എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്തായി പഠനമൊക്കെ? എവിടം വരെയായി? നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? എല്ലാ തരത്തിലുള്ള എക്സാമിനേഷനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് കരുതുന്നു. നമുക്ക് പലയിടങ്ങളിൽ നിന്നും വിമർശനങ്ങളൊക്കെ ഉണ്ടാവാം. ആ വിമർശനങ്ങളെയൊക്കെ നമ്മൾ ഒരിക്കലും തലയിൽ കയറ്റി വയ്ക്കാതെ കാൽച്ചുവട്ടില് ഇട്ടുകൊണ്ട് നമ്മൾ മുന്നേറുക. നമുക്കറിയാമല്ലോ, സാധാരണ ഒരു ചെടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞാൽ ആ വിത്തിന് ചുവട്ടിൽ നമ്മൾ വളവും അതുപോലെ തന്നെ ചീഞ്ഞളിഞ്ഞ വസ്തുക്കളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അല്ലേ? ആ ചെടി വളരുന്നതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ പലരും പല കാര്യങ്ങളും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താനും അതുപോലെ തന്നെ വിമർശിക്കാനും അതുപോലെ കുറ്റപ്പെടുത്താനും ഒക്കെ ആളുകൾ ഉണ്ടാവും. നമ്മൾ അത് കേട്ട് അല്ലെങ്കിൽ അതും കയറ്റി തലയിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ആലോചിച്ച് വിഷമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങും എത്താനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് എങ്ങനെയാണോ നമ്മൾ ആ ചെടിയുടെ ചുവട്ടിൽ വളമോ അല്ലെങ്കിൽ ചീഞ്ഞളിഞ്ഞ വസ്തുക്കളൊക്കെ ഇടുന്നത്, അത് വളരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത് തലയിൽ കയറ്റി വെക്കാതെ ഇതെല്ലാം നമ്മുടെ കാൽ ചുവട്ടിലിട്ട് ചവിട്ടി അരച്ചുകൊണ്ട് അല്ലെ ചവിട്ടി മെതിച്ചുകൊണ്ട് നമ്മളതൊന്നും തലയിൽ കയറ്റി വെക്കാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നമുക്ക് വിജയം സുനിശ്ചിതമാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമുക്കറിയാം ഡിഗ്രി ലെവൽ എക്സാമിനേഷനും അതുപോലെ തന്നെ +2 ലെവൽ എക്സാമിനേഷനൊക്കെ കമ്പ്യൂട്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ? കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട റീസെൻ്റ്ലി നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടാണ്. അതിനകത്ത് ബന്ധപ്പെട്ട കുറേയധികം ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം. 002/2026 എന്ന് പറയുന്ന PSC ജനുവരിയിൽ നടത്തിയ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, വിച്ച് ഓഫ് ദ ഫ്ലോവിങ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസിൽ പെട്ടത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 പ്രസ്താവന തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതൊക്കെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസിൽ പെട്ടത് ഏതൊക്കെയാണെന്നാണ്. 1 പ്രോസസ് മാനേജ്മെന്റ്, 2 മെമ്മറി മാനേജ്മെന്റ്, 3 പോസ്റ്റ്, 4 ഫയൽ മാനേജ്മെന്റ്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പ്രോസസ് മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ മെമ്മറി മാനേജ്മെന്റ് അല്ലേ, അതുപോലെ തന്നെ ഫയൽ മാനേജ്മെന്റ്. എന്നാൽ ഇതുമായിട്ട് ബന്ധമില്ലാത്തത് പോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? പലതരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുമുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും ഉപയോക്താവിനും ഇടയിൽ ഒരു മധ്യവർത്തിയായി പ്രവർത്തിക്കുന്ന പ്രധാന സോഫ്റ്റ്വെയറിനെയാണ് എന്ത് പറയുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും ഉപയോക്താവിനും ഇടയിൽ ഒരു മധ്യവർത്തിയായി പ്രവർത്തിക്കുന്ന പ്രധാന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്കറിയാം കമ്പ്യൂട്ടറിലെ മെമ്മറി, പ്രോസസർ ഫയലുകൾ, അതുപോലെ മറ്റുപകരണങ്ങൾ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നറിയാം. ഫങ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്മറി മാനേജ്മെന്റ് ഇതിനകത്തുണ്ടല്ലേ ഓപ്ഷനിനകത്ത്. വിവിധ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായിട്ടുള്ള റാം, റാൻഡം ആക്സസ് മെമ്മറി, വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറി ആണെന്നറിയാം അല്ലേ? പവർ ലോസ് ആയി കഴിഞ്ഞാൽ അതിലുള്ള കണ്ടന്റ് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ് റാം, അതായത് വോളറ്റൈൽ എന്ന് പറയുന്ന മെമ്മറി. അപ്പോൾ റാം എന്ത് ചെയ്യും? ഈ മെമ്മറി മാനേജ്മെന്റ് വിവിധ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായിട്ടുള്ള റാം അനുവദിക്കുകയും അവയുടെ പ്രവർത്തനം കഴിഞ്ഞാൽ അത് തിരികെ എടുക്കുകയും ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതാണ് മെമ്മറി മാനേജ്മെന്റ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷനായ മെമ്മറി മാനേജ്മെന്റ്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് പ്രോസസർ മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രോസസ് മാനേജ്മെന്റ് ഒക്കെ ഉണ്ട്. കമ്പ്യൂട്ടർ പ്രോസസർ എന്നറിയപ്പെടുന്ന സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ് അല്ലെ, CPU ആണ് അല്ലെ. ആ CPU ഏത് സമയത്ത് ഏത് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ പ്രോസസർ അല്ലെങ്കിൽ പ്രോസസ് മാനേജ്മെന്റ് ആണ്. അതും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ ഫയൽ മാനേജ്മെന്റ് ഉണ്ട്. കമ്പ്യൂട്ടറിലെ ഫയലുകൾ ക്രമീകരിക്കുകയും അതുപോലെ തന്നെ സൂക്ഷിക്കുകയും സുരക്ഷ നൽകുക, സെക്യൂരിറ്റിയൊക്കെ നൽകുക എന്നുള്ളതും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കടമയാണ് അല്ലെ, ഫംഗ്ഷനിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഡിവൈസ് മാനേജ്മെന്റ്, നമുക്കറിയാം കീബോർഡ്, മൗസ്, പ്രിന്റർ തുടങ്ങിയ പുറമേ നിന്നുള്ള അല്ലെ നമ്മൾ ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയും അല്ലെ. ഈ ഇൻപുട്ട് ഉപകരണങ്ങളുടെ പ്രവർത്തനമൊക്കെ നിയന്ത്രിക്കുന്നതും
ഡിവൈസ് മാനേജ്മെന്റ് നിയന്ത്രിക്കുന്നതും ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതേപോലെ തന്നെ അനധികൃതമായിട്ടുള്ള ആക്സസ് തടയുകയും അതുപോലെ തന്നെ പാസ്വേഡ് ഉപയോഗിച്ച് വിവരങ്ങൾ സംരക്ഷിക്കുകയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നുണ്ട്. ഇതും അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണം പലതും നമുക്കറിയാം. വിൻഡോസ് അറിയാം, മാക് OS അറിയാം, ലിനക്സ് അറിയാം. ലിനക്സിന് തന്നെ ഉബണ്ടു, ഫെഡോറയൊക്കെ കേട്ടിട്ടുണ്ടാവും. മൊബൈലുകൾ നമ്മൾ ആൻഡ്രോയിഡും iOS ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്നും നിങ്ങൾ പഠിച്ചില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അത് മറക്കത്തില്ലല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം അല്ലേ? അതിനു മുമ്പ് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇതിനകത്ത് മൂന്നാമത്തെ പ്രസ്താവനയായിട്ട് തന്നിരുന്ന പോസ്റ്റ് കേട്ടിട്ടുണ്ടോ? പോസ്റ്റ് എന്താണ് ഈ പോസ്റ്റ്? നമ്മുടെ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ട് പറയുമ്പോഴേ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. എന്താണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്? കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു പരിശോധന, ആദ്യത്തെ ഒരു ഡയഗ്നോസ്റ്റിക് പരിശോധനയാണ് ഈ പോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറിന്റെ പ്രധാന ഹാർഡ്വെയർ ഘടകങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ഈ പോസ്റ്റിന്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്നാണ്. അതായത് നമുക്കറിയാം കമ്പ്യൂട്ടർ പവർ ഓൺ ചെയ്യുമ്പോൾ ബയോസ് അല്ലേ, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ UEFI ഫേംവെയർ എന്ത് ചെയ്യുന്നുണ്ട്? സ്വയമേവ പരിശോധന നടത്തുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും പരിശോധിക്കുന്നത്? നമുക്കറിയാം RAM, അതായത് മെമ്മറി, CPU, കീബോർഡ്, സ്റ്റോറേജ് ഡ്രൈവുകൾ, മദർ ബോർഡ് തുടങ്ങിയൊക്കെ പരിശോധിക്കുന്നു. അപ്പോൾ ഈ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ആണ്. ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ നടക്കുന്ന ആദ്യത്തെ ഒരു ഡയഗ്നോസ്റ്റിക് പരിശോധനയാണ് എന്ത് പറയുന്നത്? പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫ്ലോവിംഗ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ? ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ്. നോക്കിയേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മേഡപ്പ് ഓഫ് വാക്യൂം ട്യൂബ്സ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താണ്? വാക്യൂം ട്യൂബ്സിനെ കുറിച്ചാണ് പറയുന്നത്. വാക്യൂം ട്യൂബ്സ് വെച്ചിട്ട് മെയ്ഡ് ചെയ്തു എന്ന് പറയുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ലോ പവർ കൺസംഷൻ, കുറഞ്ഞ എനർജി മതി എന്നുള്ളത്. മൂന്നാമത്തേത് റിക്വയർഡ് എയർ കണ്ടീഷൻഡ് റൂംസ്. നാലാമത്തേത് മെഷീൻ ലാംഗ്വേജസ് ആർ യൂസ്ഡ് ഫോർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ളവ ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ കമ്പ്യൂട്ടറുകളുടെ ജനറേഷനെ കുറിച്ച് അറിയണം. ഇതിൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഏകദേശം 1940 മുതൽ 1956 വരെയുള്ള കാലഘട്ടത്തിലാണ് നിലനിന്നത് ആദ്യ തലമുറ കമ്പ്യൂട്ടറുകൾ എന്നറിയപ്പെടുന്ന ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഇതിനകത്ത് ഓർത്തിരിക്കണം, ഈ കാലഘട്ടത്തിലെ കമ്പ്യൂട്ടറുകളുടെ ഏറ്റവും പ്രധാന സവിശേഷത എന്താണ്? നിങ്ങൾക്കറിയാം, എന്തായിരുന്നു? വാക്യൂം ട്യൂബുകളായിരുന്നു അവയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ഏതാണ്? വാക്യൂം ട്യൂബ്സ്. അപ്പോൾ ഇവയുടെ പ്രധാന സവിശേഷതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സ്വിച്ചിങ് ഉപകരണങ്ങളായും മെമ്മറി സർക്യൂട്ടുകളായും ആയിരക്കണക്കിന് വാക്യൂം ട്യൂബ്സ് ആയിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ വലിപ്പം തന്നെ വളരെ ഭീമാകാരമായ വലിപ്പമായിരുന്നു. പലപ്പോഴും ഒരു വലിയ മുറി മുഴുവൻ കവിയുന്ന രീതിയിലുള്ള വലിപ്പമുണ്ട്. നമുക്ക് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന് ഉദാഹരണമാണ് ENIAC. കേട്ടിട്ടുണ്ട്, ഇലക്ട്രോണിക് ന്യൂമറേറ്റർ, ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്നുള്ള ENIAC അല്ലേ? 1800 ചതുരശ്ര അടി വിസ്തീർണമുണ്ടായിരുന്ന ഈ ആദ്യ തലമുറ കമ്പ്യൂട്ടർ എക്സാമ്പിൾ ആയിട്ടുള്ള ENIAC-ന് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ്, കമ്പ്യൂട്ടർ ഒരു ഭാഷ മനസ്സിലാണ്. അന്ന് മെഷീൻ ലാംഗ്വേജ് അതല്ലെങ്കിൽ ബൈനറി കോഡുകൾ 0 ഉം 1 ഉം ഉള്ള കോഡുകൾ മാത്രമേ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവുമായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട്, അതായത് വിവരങ്ങൾ നൽകാൻ പഞ്ച് കാർഡുകളും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ലഭിക്കാൻ പേപ്പർ ടേപ്പുകളും പ്രിന്റ് ഔട്ടുകളും ഒക്കെയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഊർജത്തിന്റെ ഉപയോഗം എന്തായിരുന്നു? വളരെയധികം കൂടുതലായിരുന്നു. വളരെയധികം വൈദ്യുതി ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ വലിയ തോതിൽ ചൂടാകും. അപ്പൊ ചൂട് പുറത്തു വിട്ടിരുന്നതിനാൽ എന്ത് ഉപയോഗിക്കേണ്ടി വന്നു? എയർ കണ്ടീഷൻസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നു. ഇതൊക്കെ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം ഒഴിച്ച് ബാക്കി 3 എണ്ണവും ശരിയാണെന്ന് ഈ പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? മേഡപ്പ് ഓഫ് വാക്യൂം ട്യൂബ്സ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ലോ പവർ കൺസംഷൻ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ? റിക്വയർഡ് എയർ കണ്ടീഷൻഡ് റൂംസ്, എയർ കണ്ടീഷൻ ആയിട്ടുള്ള റൂം വേണം. മെഷീൻ ലാംഗ്വേജ് ആർ യൂസ്ഡ് ഫോർ പ്രോഗ്രാമിംഗ്, അത് 1, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനയാണെന്ന് നമുക്കറിയാം. ENIAC എന്ന് പറഞ്ഞ ആദ്യത്തെ പ്രധാന കമ്പ്യൂട്ടറാണ് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റഡ് ആൻഡ് കമ്പ്യൂട്ടർ എന്നാണ് 1946 വികസിപ്പിച്ച ആദ്യത്തെ പൊതു ആവശ്യത്തിനുള്ള ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ് ENIAC എന്ന് പറയുന്നത്. അതേപോലെ യൂണിവാക് ഉണ്ട്, ഒന്നാം തലമുറ കമ്പ്യൂട്ടറിൽപ്പെട്ട യൂണിവാക് ഉദാഹരണമാണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണേ, എക്സാമിന് ചോദിക്കും.
യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്ന യൂണിവാക്ക് കച്ചവട ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടറാണ് യൂണിവാക്ക്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എഡ്വാക്ക്, ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വാരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നുള്ളത്. ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വാരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ മെമ്മറിയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സ്റ്റാൻഡേർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഉപയോഗിച്ച ആദ്യ കമ്പ്യൂട്ടറുകളിൽ ഒന്നാണ്. അതായത് മെമ്മറിയിൽ പ്രോഗ്രാമുകൾ സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച ആദ്യകാല കമ്പ്യൂട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ എഡ്വാക്ക് ആണ്. EDVAC എന്നാണ്, ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വാരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. അതുപോലെ തന്നെ ആദ്യകാലത്ത് വലിയ സ്ഥാപനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന IBM കമ്പ്യൂട്ടറുകൾ ഉണ്ടാണ്, ഇന്റർനാഷണൽ ബിസിനസ് മെഷീന്റെ. IBM 650യും അതുപോലെ തന്നെ IBM 701 ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ആദ്യകാല കമ്പ്യൂട്ടർ, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ പെട്ടതാണ്. ഓർത്തിരിക്കണം, വിട്ടുപോകരുത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ കമ്പ്യൂട്ടറുകളുടെ തലമുറകളെ കുറിച്ച് നോക്കിയാലോ? നോക്കാം അല്ലേ? നമുക്കറിയാം കമ്പ്യൂട്ടറുകളുടെ ചരിത്രത്തെ അവയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ച സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും 5 ജനറേഷൻസ് ആയിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. അല്ല, ഒന്നാം തലമുറയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഫസ്റ്റ് ജനറേഷൻ അല്ലേ? പ്രധാന സാങ്കേതിക വിദ്യ വാക്വം ട്യൂബ് ആണെന്നറിയാം, 1940 മുതൽ 1956 വരെ. അതേപോലെ രണ്ടാം തലമുറയിൽ ഉപയോഗിച്ചിരുന്ന ഓർത്തിരിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഏതാണ് ട്രാൻസിസ്റ്റേഴ്സ്? അത് 1956 മുതൽ 63 വരെയുള്ള കാലയളവിലാണ്. മൂന്നാം തലമുറയിലാണ്, അതായത് തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ആണ് ഓർത്തിരിക്കുന്ന ICs ഉപയോഗിക്കാൻ തുടങ്ങിയ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ 1963 മുതൽ 1971 വരെ. അതുപോലെ നമ്മൾ സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അതായത് രണ്ടാം തലമുറയിൽ ഓർത്തിരിക്കണം ഉദാഹരണം IBM 1401ഉം CDC 1640യും രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണമാണ്. അതായത് ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ മൂന്നാം തലമുറയിൽ പെട്ടതിൽ നമ്മൾ ഉപയോഗിച്ച സാങ്കേതികവിദ്യ ICs ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലേ, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അതിനുദാഹരണമാണ് IBM 360യും PDP-8 എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നാലാം തലമുറ കമ്പ്യൂട്ടർ, അതിനകത്ത് നമ്മൾ മൈക്രോ പ്രോസസ്സറുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. VLSI എന്ന് പറയും, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് ടെക്നോളജി ഉപയോഗിക്കാൻ തുടങ്ങിയത് നാലാം തലമുറ കമ്പ്യൂട്ടറുകളിലാണ്. 1971 മുതൽ 2010 കാലയളവുകളിലാണ് അത് ഉപയോഗിച്ചിരുന്നത്. നമുക്കറിയാം ആപ്പിൾ സെക്കൻഡ്, IBM PC ഒക്കെ നാലാം തലമുറ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണമാണ്. അതായത് മൈക്രോ പ്രോസസ്സർ, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അഞ്ചാം തലമുറ, അതായത് ഫിഫ്ത്ത് കമ്പ്യൂട്ടർ ജനറേഷൻ ആണ് 2010 മുതൽ നമുക്കറിയാം AI അധിഷ്ഠിതമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായിട്ടുള്ള കമ്പ്യൂട്ടറുകളാണ് അഞ്ചാം തലമുറ കമ്പ്യൂട്ടർ. ഉദാഹരണമായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ, അതേപോലെ തന്നെ റോബോട്ടുകൾ, ഇവയൊക്കെ എന്താണ് അഞ്ചാം തലമുറ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകളിൽ വാക്വം ട്യൂബ്സിന് പകരം ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞല്ലേ. ട്രാൻസിസ്റ്ററുകൾ വന്നതോടെ എന്ത് ചെയ്തു? കമ്പ്യൂട്ടറിന്റെ വലിപ്പം കുറഞ്ഞു, വേഗത കൂടി. അത് അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് മറ്റേത് നമ്മൾ മെഷീൻ ലാംഗ്വേജ് അതല്ലെങ്കിൽ ബൈനറി ഡിജിറ്റ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇവിടെ രണ്ടാം തലമുറ കമ്പ്യൂട്ടർ വന്നപ്പോൾ അസംബ്ലി ലാംഗ്വേജസ്, അതായത് കോബോൾ, ഫോർട്രാൻ തുടങ്ങിയ ഉയർന്ന തലത്തിലുള്ള ഭാഷകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഫോർമുല ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാം തലമുറ വന്നപ്പോഴോ ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ ഒരു ചെറിയ ചിപ്പിൽ ICയിൽ ഉൾപ്പെടുത്തി അല്ലേ. നമ്മൾ മൂന്നാം തലമുറയിൽ IC ഉപയോഗിച്ചിരുന്നു. കീബോർഡും മോണിറ്ററും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് മൂന്നാം തലമുറ കമ്പ്യൂട്ടർ മുതലാണ്. ആ സമയത്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നിലവിൽ വന്നത്. അതൊക്കെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ചോദിക്കാം, അടിവരെ ഇട്ടുകൊള്ളണം. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നിലവിൽ വന്നത് 1963 മുതൽ 1971 വരെയുള്ള കാലഘട്ടത്തിലാണ്. അതായത് നമ്മൾ ICs ഉപയോഗിക്കാൻ തുടങ്ങി. മൂന്നാം തലമുറ കമ്പ്യൂട്ടർ മുതലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നിലവിൽ വന്നത്. അതുപോലെ തന്നെ നാലാം തലമുറയിൽ നമുക്കറിയാം ഒരു ചെറിയ സിലിക്കൺ ചിപ്പിൽ ലക്ഷക്കണക്കിന് സർക്യൂട്ടുകൾ ഉൾക്കൊള്ളുന്ന വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഉപയോഗിച്ചത്, അതായത് മൈക്രോ പ്രോസസ്സറുകൾ ഉപയോഗിച്ചത് നാലാം തലമുറയിലാണെന്ന് പറഞ്ഞു. ഇതാണ് നമുക്കറിയാം. ഈ നാലാം തലമുറയാണ് വ്യക്തിഗത കമ്പ്യൂട്ടർ അല്ലെ, പേഴ്സണൽ കമ്പ്യൂട്ടറുകളുടെ വിപ്ലവത്തിന് വഴിയൊരുക്കിയതും. അതുപോലെ തന്നെ നമുക്കറിയാം ലാപ്ടോപ്പുകളും ഇന്റർനെറ്റും ഒക്കെ പ്രചാരത്തിലായി തുടങ്ങിയത് ഈ നാലാം തലമുറ കമ്പ്യൂട്ടർ മുതലാണ്. അഞ്ചാം തലമുറ നമുക്കറിയാം മനുഷ്യനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. അതായത് വോയിസ് റെക്കഗ്നേഷൻ, പാരലൽ പ്രോസസ്സിംഗ് അല്ലെ, ശബ്ദം തിരിച്ചറിയുക, സമാന്തര സംസ്കരണം ഒക്കെ ഏതിന്റെ പ്രത്യേകതയാണ്?
അഞ്ചാം തലമുറ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വന്ന 5ാം തലമുറ കമ്പ്യൂട്ടറുകളുടെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ജനറേഷനെ കുറിച്ചും പഠിച്ചില്ലേ? ഓക്കെ അല്ലേ? നിങ്ങൾ സെറ്റ് അല്ലേ? അപ്പോൾ ഇനി ഏത് ജനറേഷനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും തെറ്റത്തില്ലല്ലോ. ഓക്കെ അല്ലേ? എല്ലാം റെഡി അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കട്ടെ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ? നിങ്ങളോട് ചോദിച്ചിരിക്കുക, ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ ഏതാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ? ഒന്നാമത്തത് PDA, ഓപ്ഷൻ എ PDA, ഓപ്ഷൻ ബി നോട്ട്ബുക്ക്, ഓപ്ഷൻ സി വൈറ്റൽ സയൻസ് മോണിറ്റേഴ്സ്, അതായത് VSM, ഓപ്ഷൻ ഡി സ്പീഡോമീറ്റർ. ഇതിനകത്ത് ഉത്തരം വരുന്നത് വൈറ്റൽ സയൻസ് മോണിറ്റേഴ്സ് ആണ്, VSM ആണ്. എന്താണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ? ഒരു ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലോഗ് കമ്പ്യൂട്ടറുകളുടെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുടെയും കോമ്പിനേഷനാണ്. അനലോഗ് കമ്പ്യൂട്ടറിന്റെയും അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുടെയും സവിശേഷതകൾ സംയോജിപ്പിക്കുന്ന ഒരു കമ്പ്യൂട്ടിംഗ് സംവിധാനമാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് ഇതിനകത്ത് വരുന്ന അനലോഗ് ഘടകങ്ങൾ, അതായത് തുടർച്ചയായ സിഗ്നലുകൾ, അതായത് താപനിലയാവാം, മർദ്ദമാവാം, വോൾട്ടേജ് ആവാം, ഇവയൊക്കെ നേരിട്ട് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ഘടകങ്ങൾ നമുക്കറിയാം, ലോജിക്കലായിട്ടുള്ള അരിത്തമെറ്റിക്കലായിട്ടുള്ളതും ലോജിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഡിജിറ്റൽ ഘടകം. അതായത് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ടുകൾ നൽകുന്നതിനായിട്ടാണ് ഈ ഡിജിറ്റൽ ഘടകങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ രണ്ടിനെയുടെ കോമ്പിനേഷനാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടെ? ഓർത്തിരിക്കണം, മറ്റുദാഹരണങ്ങളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഹൈബ്രിഡ് കമ്പ്യൂട്ടറിൽ ഇവിടെ വൈറ്റൽ സയൻസ് മോണിറ്റേഴ്സ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ECG മെഷീൻസ് കേട്ടിട്ടുണ്ടോ? ECG മെഷീൻസ് ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണമാണ്. അതായത് ഇലക്ട്രോ കാർഡിയോഗ്രാം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഹൃദയമിടിപ്പ് പോലെയുള്ള ശാരീരിക സിഗ്നലുകൾ അനലോഗ് രീതിയിലുള്ളതല്ലേ, ഇത് അളക്കുകയും അവയെ ഡിജിറ്റൽ രൂപത്തിലാണ്, അതായത് അനലോഗും ഡിജിറ്റലൂടെ ചേർന്നിട്ടുള്ളതാണ് ഹൈബ്രിഡ് അല്ലേ? ഓക്കെ അല്ലേ? ഡിജിറ്റൽ രൂപത്തിൽ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു അല്ലേ? അപ്പോൾ ECG മെഷീൻ ഏതിന് ഉദാഹരണമാണ്? ഹൈബ്രിഡ് കമ്പ്യൂട്ടറിന് ഉദാഹരണം. അതുപോലെ പെട്രോൾ പമ്പുകളിൽ പമ്പിലൂടെ ഒഴുകുന്ന ഇന്ധനത്തിന്റെ അളവ് അനലോഗ്, അത് അളക്കുകയും അതിന്റെ വിലയും ലിറ്ററും ഡിജിറ്റലായി കണക്കാക്കി കാണിക്കുന്നില്ലേ? അതുപോലെ തന്നെ അൾട്രാസൗണ്ട് മെഷീനുകൾ ഉയർന്ന ഫ്രീക്വൻസിയുള്ള ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ശരീരത്തിനകത്തെ ദൃശ്യങ്ങൾ ഡിജിറ്റലായിട്ടല്ലേ നമുക്ക് നിർമ്മിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഫ്ലൈറ്റിന്റെ സിമുലേറ്ററുകൾ പൈലറ്റുമാരുടെ പരിശീലനത്തിനായിട്ട് വിമാനത്തിന്റെ ചലനങ്ങളും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളും തത്സമയം അനുകരിക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലൈറ്റ് സിമുലേറ്ററുകളും ഹൈബ്രിഡ് കമ്പ്യൂട്ടറിന് ഉദാഹരണം. അതേപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ താപനില, ഈർപ്പം തുടങ്ങിയ അനലോഗ് വിവരങ്ങൾ ശേഖരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിജിറ്റലായി വിശകലനം ചെയ്ത് കാലാവസ്ഥ പ്രവചിക്കാറില്ലേ? അത് നിങ്ങൾക്കറിയാം. ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഹൈബ്രിഡ് കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്, DSP എന്ന് പറയും. ഓഡിയോ വീഡിയോ സിഗ്നലുകളെ എന്ത് ചെയ്തു? ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റി കൈകാര്യം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇവയെല്ലാം ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടേ? ഇനി നമുക്ക് ഇതിനകത്തൊരു ഒന്നാമത്തെ ഓപ്ഷൻ PDA. എന്താണ് PDA? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞിടന്ന് ആലോചിച്ച് നോക്കിയേ. പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ് എന്നാണ്. പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ് എന്നാണ് PDA എന്ന് പറയുന്നത് അല്ലേ? പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ്. ഇത് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ അല്ല, അത് നിങ്ങൾക്കറിയാം. അതായത് കൈവെള്ളയിൽ ഒതുങ്ങുന്ന ചെറിയ കമ്പ്യൂട്ടറുകളെയാണ് എന്ത് പറയുന്നത്? പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്മാർട്ട് ഫോണുകളൊക്കെ പ്രചാരണത്തിലാകുന്നതിന് മുമ്പ് ഡയറി, കലണ്ടർ വിലാസങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട്, അതുപോലെ തന്നെ ചെറിയ കുറിപ്പുകളൊക്കെ എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് PDA. അതായത് ഒരു ടച്ച് സ്ക്രീനും ഒപ്പം എഴുതാനായി നമ്മൾ സ്റ്റൈലസ് എന്ന പേനയൊക്കെ ഉണ്ടാവും. നിങ്ങളൊരു കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. ഉദാഹരണം പാം പൈലറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ആപ്പിൾ ന്യൂട്ടൺ, ബ്ലാക്ക്ബെറി എന്നിവയൊക്കെ എന്താണ്? ഈ PDAക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ അല്ലേടേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ദാറ്റ് എനേബിൾസ് എ ഹാർഡ്വെയർ ഡിവൈസ് ടു പെർഫോം ആൻ ഓപ്പറേഷൻ അക്കോർഡിംഗ് ടു ദ കമാൻഡ് ഗിവൺ ബൈ ദി എൻഡ് യൂസർ? അതായത് നമ്മുടെ എൻഡ് യൂസറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് കമാൻഡ് നൽകിയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഹാർഡ്വെയർ ഡിവൈസ് ഏതാണെന്നാണ്. ഹാർഡ്വെയർ ഡിവൈസിനെ എനേബിൾ ചെയ്യിക്കാനായിട്ടുള്ള ഡിവൈസ് ഏതാണെന്നാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് സോഫ്റ്റ്വെയർ, ഏത് സോഫ്റ്റ്വെയർ ആണെന്നാണ് പറയുന്നത്. തന്നിരിക്കുന്നതിൽ ഏത് സോഫ്റ്റ്വെയർ ആണ് നമ്മളെ ഹാർഡ്വെയർ ഡിവൈസുകളെ എനേബിൾ ചെയ്യിക്കാനായിട്ട് നമ്മുടെ എൻഡ് യൂസേഴ്സ് അല്ലെ നമ്മളെ പോലെയുള്ള യൂസേഴ്സ് ഉപയോഗിക്കുന്നത്, നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഉപയോഗിക്കുന്ന സ്പെഷ്യൽ സോഫ്റ്റ്വെയറിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ്, അല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്ന. ഓപ്ഷൻ എ കമ്പൈലർ,
ഓപ്ഷൻ ബി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി ഡിവൈസ് ഡ്രൈവർ, ഓപ്ഷൻ ഡി ഫേംവെയർ. ആ പേരിൽ തന്നെയുണ്ട് ഹാർഡ്വെയർ ഡിവൈസുകളെ എനേബിൾ ചെയ്യിച്ച് അവയെ പെർഫോം ചെയ്യിക്കാൻ. അപ്പം ഡിവൈസ് ഡ്രൈവർ ആണ് അല്ലെ, ആ ഡിവൈസിനെ എന്ത് ചെയ്യിക്കാനാണ്, റൺ ചെയ്യിക്കാനായിട്ട് അതിൻ്റെ ഡിവൈസ് ഡ്രൈവേഴ്സ് നമ്മൾ സിസ്റ്റത്തിൽ അതിൻ്റെ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം അല്ലേ. അതുണ്ടെങ്കിൽ മാത്രമേ ആ ഡിവൈസ് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധ്യമാകുള്ളൂ. സ്പെഷ്യൽ ആയിട്ടുള്ള ഹാർഡ്വെയർ. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു പ്രിന്റർ അല്ലേ, ഡിവൈസ് ഡ്രൈവർ ഉണ്ടായാൽ മാത്രമേ അതിൻ്റെ പ്രിന്റർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തത് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നാമത്തെ ഓപ്ഷൻ കമ്പൈലർ. ഇതൊക്കെ എക്സാമിന് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. എന്താണ് കമ്പൈലർ? അറിയാമോ? കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്റർപ്രറ്റർ. കമ്പൈലർ, ഇന്റർപ്രറ്റർ സ്ഥിരം ചോദിക്കാറുണ്ട്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ഹ്യൂമൻ റീഡബിൾ, അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന രണ്ട് രീതിയാണ് കമ്പൈലറും ഇന്റർപ്രറ്ററും. അപ്പോൾ കമ്പൈലറും ഇന്റർപ്രറ്ററും അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ഹ്യൂമൻ റീഡബിൾ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട രീതികളാണ് ഏതൊരു കമ്പൈലറും ഇന്റർപ്രറ്ററും. അതിലെ കമ്പൈലർ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കണം, ഒരു പ്രോഗ്രാം പൂർണ്ണമായിട്ട് മൊത്തത്തിലുള്ള, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ ഒരു സി പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു PHP പ്രോഗ്രാം, ആ ഒരു പ്രോഗ്രാമിനെ പൂർണ്ണമായി ഒരൊറ്റ ഘട്ടത്തിൽ തന്നെ മെഷീൻ കോഡിലേക്ക് മാറ്റുന്ന രീതിയാണ് കമ്പൈലർ അവലംബിക്കുന്നത്. ഓക്കെ, ഫുൾ എന്ത് ചെയ്യും, മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റും. അതായത് പ്രോഗ്രാം മുഴുവൻ സ്കാൻ ചെയ്യുകയും ഒരൊറ്റ എക്സിക്യൂട്ടബിൾ ഫയൽ നിർമ്മിക്കുകയും ചെയ്യും. നമുക്കറിയാം .exe ഫയൽസ് ഒക്കെ അതേപോലെയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ടബിൾ ഫയൽസ് അല്ല, ഇത് എന്ത് ചെയ്യുന്നു, മുഴുവൻ സ്കാൻ ചെയ്യുകയും ഒരൊറ്റ ഫയൽ നിർമ്മിക്കുകയും ചെയ്തു. ഒരിക്കൽ കമ്പൈൽ ചെയ്താൽ എന്ത് ചെയ്യും, വേഗത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മൾ പഠിച്ചു C++, റസ്റ്റ് ഒക്കെ അതിന് ഉദാഹരണമാണ്. ഏതാ ഈ കമ്പൈലർ ഉപയോഗിക്കുന്നത്. ഇനി ഇന്റർപ്രറ്റർ ആണെങ്കിലോ, ഇന്റർപ്രറ്റ് ഓരോ പ്രോഗ്രാമിന്റെ ഓരോ വരിയും എന്ത് ചെയ്യും, വായിക്കും. വായിച്ചിട്ടത് അപ്പോൾ തന്നെ അതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ അല്ലെങ്കിൽ അപ്പോൾ തന്നെ അത് ചെക്ക് ചെയ്യും. അത് ഇന്റർപ്രറ്റർ ആണ് അങ്ങനെ ചെയ്യുന്നത്. പ്രോഗ്രാമിലെ ഓരോ ലൈനും അപ്പോൾ എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. പ്രത്യേകമായ ഒരു ഔട്ട്പുട്ട് ഫയല് ഈ ഇന്റർപ്രറ്റർ നിർമ്മിക്കുന്നില്ല. ഓരോ തവണ പ്രവർത്തിക്കുമ്പോഴും നമുക്കറിയാം ട്രാൻസ്ലേഷൻ നടക്കുമെന്നുള്ളത് അല്ലേ. അപ്പോൾ കമ്പൈൽ ചെയ്ത പ്രോഗ്രാമുകളേക്കാൾ വേഗത കുറവായിരിക്കും ഇന്റർപ്രറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിന്. അതുപോലെ തന്നെ ഒരു ലൈനിൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇന്റർപ്രറ്റർ അവിടെ വെച്ച് പ്രവർത്തനം നടത്തും. ഇതിൽ നമുക്ക് ഇതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാംസ് ഡീബഗ് ചെയ്യാൻ, എറർ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഇന്റർപ്രറ്റർ ഉപയോഗിക്കുന്നത് പൈത്തൺ, PHP, റൂബി, ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയവയൊക്കെ ഇന്റർപ്രറ്ററിന് ഉദാഹരണമാണ്. ഞാൻ മുമ്പ് കമ്പൈലറിലെ എക്സാമ്പിൾ എന്ന് പറഞ്ഞ കമ്പൈലറിന്റെ എക്സാമ്പിൾ അല്ല PHP, ഇതേയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്റർപ്രറ്റർ ആണ് PHPയിൽ ഉപയോഗിക്കുന്നത്. അതുകൂടി അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത് നമുക്ക് തന്നിരിക്കുന്നതിൽ എന്താണ്, ഓപ്ഷൻ ബി യൂട്ടിലിറ്റി പ്രോഗ്രാംസ്. എന്താണ് യൂട്ടിലിറ്റി പ്രോഗ്രാംസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി, അതിൽ തന്നെ പേരുണ്ട് അല്ലേ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. മുമ്പ് എക്സാമിന് ചോദിച്ചതുമാണ് എന്താണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, സെക്രട്ടേറിയറ്റ് ടെസ്റ്റിനൊക്കെ ഉണ്ടായിരുന്നു. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ മെയിൻ്റനൻസ്, അതായത് പരിപാലനത്തിനും ഒപ്റ്റിമൈസേഷനും അതേപോലെ സെക്യൂരിറ്റിക്ക്, അതായത് സുരക്ഷയ്ക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രത്യേക സോഫ്റ്റ്വെയറുകളെയാണ് അല്ലെങ്കിൽ പ്രോഗ്രാമുകളെയാണ് എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് കഴിഞ്ഞാൽ എന്താണ്, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പരിപാലനത്തിന്, അതായത് മെയിൻ്റനൻസിനും അതുപോലെ തന്നെ ഒപ്റ്റിമൈസേഷനും സുരക്ഷയ്ക്കും സെക്യൂരിറ്റിക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളാണ് എന്ത്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ. നമുക്ക് സാധാരണ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അറിയാം, നമുക്ക് ഏതാ, വീഡ്, ഫോട്ടോഷോപ്പ് ഒക്കെ അല്ലേ. ഇവയൊക്കെ ഉപയോക്താക്കൾക്ക് പ്രത്യേക ജോലി ചെയ്യാൻ സഹായിക്കുമ്പോൾ അതൊക്കെ എന്താണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണെന്ന് നിങ്ങൾക്കറിയാം. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ത് ചെയ്ത് കമ്പ്യൂട്ടർ സുഗമമായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. അതായത് ആന്റിവൈറസ് ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ. സിസ്റ്റത്തെ വൈറസുകളിൽ നിന്നും മാൽവെയറുകളിൽ നിന്നും സംരക്ഷിക്കുന്നത് ആന്റിവൈറസ്, ഇതൊരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. ഉദാഹരണം നോർട്ടൺ ആന്റിവൈറസ്, മാക്കഫി, അവാസ്റ്റ് ഒക്കെ നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ബാക്കപ്പ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കേണ്ടത്, പല ഡേറ്റയുടെയൊക്കെ ബാക്കപ്പ് എടുത്തു വെക്കാനായിട്ടുള്ള, പ്രധാനപ്പെട്ട ഫയലുകൾ നഷ്ടപ്പെടാതിരിക്കാൻ അവയുടെ പകർപ്പുകൾ സൂക്ഷിക്കുന്നത് ഈ ബാക്കപ്പ് സോഫ്റ്റ്വെയറുകളാണ്. ഇത് ഏതിന് ഉദാഹരണമാണ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. അതായത് ഉദാഹരണം പറയാം, ടൈം മെഷീൻ ഒരു ബാക്കപ്പ് സോഫ്റ്റ്വെയർ ആണ്. അക്രോണിസ് ട്രൂ ഇമേജർ ബാക്കപ്പ് സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ ഡിസ്ക് ക്ലീനപ്പ്
ഈ ഡിസ്ക് ക്ലീനപ്പ് ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. അതായത് ഉപയോഗമില്ലാത്ത താത്കാലിക ഫയലുകൾ, അതായത് ടെമ്പററി ഫയൽസിനെ എന്ത് ചെയ്യുന്നു, നീക്കം ചെയ്ത് മെമ്മറി ലാഭിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഡിസ്ക് ക്ലീനപ്പ് എന്ന് പറയുന്ന യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഫോണിലൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ. ഉദാഹരണത്തിന് സി ക്ലീനർ എന്ന് പറയുന്ന ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. ഇനി അതേപോലെ ഫയൽ കംപ്രഷൻ, ഇതും ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. ഫയലുകളുടെ വലിപ്പം കുറച്ചിട്ട് സ്റ്റോറേജ് ലാഭിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. 7-zipഉം WinRARഉം ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ. ഓൺലൈനിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ഇവയൊക്കെ ഫയൽ കംപ്രഷൻ സോഫ്റ്റ്വെയറാണ്. അതുപോലെ തന്നെ ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ, ഇതെന്താണ് ചെയ്യുന്നത്, ഇതും എന്താണ്, ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. ഹാർഡ് ഡിസ്കിലെ ചിതറിക്കിടക്കുന്ന ഡേറ്റ ക്രമീകരിച്ച് സിസ്റ്റത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്ന ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് ഇത് ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ. അപ്പോൾ എന്താണ് ഈ യൂട്ടിലിറ്റി, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള കമ്പ്യൂട്ടറിന്റെ വേഗതയും അതുപോലെ തന്നെ പ്രവർത്തനക്ഷമതയൊക്കെ വർദ്ധിക്കുന്നു. അതുപോലെ സൈബർ ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷ നൽകുന്നു. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട ഡേറ്റ വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. സ്റ്റോറേജ് സ്പേസ് കൃത്യമായി കൈകാര്യം ചെയ്യാനൊക്കെ ആര് സഹായിക്കുന്നുണ്ട്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്. കുറേയധികം വസ്തുതകൾ നിങ്ങളോട് പറയുന്നുണ്ട്. അതൊക്കെ കൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കി പോകണം. എക്സാമിന് ഇതെല്ലാം പ്രയോജനം ചെയ്യും. ഇനി എന്താണ് ഓപ്ഷൻ ഡിയിൽ ഫേംവെയർ എന്ന് തന്നിട്ടുണ്ട്. എന്താണ് ഫേംവെയർ? ഹാർഡ്വെയർ ഉപകരണങ്ങളിൽ സ്ഥിരമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക തരം സോഫ്റ്റ്വെയർ ആണ്. ഓർത്തിരിക്കണം, ഹാർഡ്വെയർ ഉപകരണങ്ങളിലാണ്. ഹാർഡ്വെയർ ഉപകരണങ്ങളിൽ സ്ഥിരമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക തരം സോഫ്റ്റ്വെയറുകളാണ് ഫേംവെയർ. ഈ ഒരു ഉപകരണം എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനുള്ള അടിസ്ഥാന നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഈ ഫേംവെയർ ഒരു ഉപകരണം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള അടിസ്ഥാന നിർദ്ദേശങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഹാർഡ്വെയറിനും മറ്റ് സോഫ്റ്റ്വെയറുകൾക്കിടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ടാണ്, ഒരു പാലമായിട്ടാണ് ഈ ഫേംവെയർ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, ഉദാഹരണമായിട്ട് ബയോസ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ UEFI, അതായത് മൊബൈൽ ഫോണുകളിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അടിസ്ഥാന ഭാഗമാണിത്. ഏത് ബയോസ് അല്ലെങ്കിൽ UEFI എന്ന് പറയുന്നത്. അതുപോലെ റൂട്ടറുകൾ, വാഷിംഗ് മെഷീനുകൾ, ഡിജിറ്റൽ ക്യാമറകൾ എന്നിവയിലെ പ്രോഗ്രാമുകളൊക്കെ എന്തിനുദാഹരണമാണ്? ഫേംവെയറിന് ഉദാഹരണമാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യനും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് വർക്ക്ഔട്ട് ചെയ്തത്. ഇതിന്റെ തുടർ ക്ലാസ് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിനെല്ലാം പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇത് മനസ്സിലാക്കുക. ഇതിന്റെ തുടർ ക്ലാസ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതും കാണണം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കായി ചാനൽ പങ്കുവെക്കാൻ മറന്നു പോകില്ല. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്ന ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടണം. ബൈ, ടേക്ക് കെയർ.